മാർക്കോ ലെസ്കോവിച്ചിനെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ലെസ്കോ കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ വിജയത്തിൽ എത്രത്തോളം പങ്ക് വഹിച്ചിരുന്നു എന്ന് ഈ സീസണിൽ നമ്മൾക്ക് മനസ്സിലായി. ലെസ്കോയെ പോലെ ഒരു ഡിഫൻഡർ അല്ല, ലെസ്കോ തന്നെ ടീമിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാണ്? 2021 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തനായ കാവൽപ്പടനായിരുന്നു ലെസ്കോ. 2023 ഡൂറന്റ് കപ്പ് മുതൽ നിരന്തരം പരിക്കുകൾ അലട്ടി തുടങ്ങിയെങ്കിലും സീസൺ മധ്യത്തോടെ തിരിച്ചെത്തി. ലൂണയുടെ അഭാവത്തിൽ ക്യാപ്റ്റൻ എന്ന രീതിയിലും മികച്ച പ്രകടനം നടത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഈ സീസണിലും ലെസ്കോയെ ടീമിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കൂടി വേണ്ടി ലെസ്കോ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ക്രൊയേഷ്യയിലെ 1-ാം ഡിവിഷൻ ക്ലബ്ബായ സ്ലാവൻ ബെലൂപ്പോയുടെ താരമാണ് ഇപ്പോൾ ലെസ്കോ. എന്നാൽ സീസന്റെ തുടക്കത്തിൽ തന്നെ പരിക്കിന്റെ പിടിയിലായ ലെസ്കോയ്ക്ക് ഈ അടുത്താണ് ഫസ്റ്റ് 11-ൽ സ്ഥാനം കിട്ടിയത്. ലെസ്കോ തിരികെ വന്നാൽ ആര് ടീമിന് പുറത്തു പോകുമെന്നതാണ് ചോദ്യം. അറ്റാക്കിംഗ് നിര ശക്തമായതുകൊണ്ട് അതിലൊരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബാക്കപ്പ് ഓപ്ഷനായി നിലവിൽ സൊറ്റീരിയോ ഉണ്ട്. 2026 വരെ കോൺട്രാക്റ്റുള്ള വിലോസിനെയോ താരതമ്യേന മികച്ച പ്രകടനം നടത്തുന്ന കൊയഫിനെയോ ഒഴിവാക്കി ഇഞ്ചുറി പ്രോണായ ലെസ്കോവിച്ചിനെ മാനേജ്മെന്റ് തിരികെ ടീമിലെത്തിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ലെസ്കോയ്ക്കൊപ്പം മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ സന്ദേശ് ജിങ്കനും വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റിപ്പോർട്ടുകളൊക്കെ റൂമറുകളായി തീരാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ 1-2 മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വിദേശ താരങ്ങളുടെ നിരയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം.